എന്താണ് യഥാർത്ഥത്തിൽ ഈ ഡി എ അല്ലെങ്കിൽ ഡി ആർ എന്നൊക്കെ പറഞ്ഞ ഈ സ്കോർ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ബാക്ക് ലിങ്ക് ഏതാണ്? അങ്ങനെ ഒരു ബാക്ക് ലിങ്ക് ഉണ്ടോ യഥാർത്ഥത്തിൽ? കണ്ടന്റ് ലെഡ് അപ്രോച്ചിലൂടെ നമുക്ക് ബാക്ക് ലിങ്കുകളൊക്കെ കിട്ടുമെന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഈ ബാക്ക് ലിങ്കുകൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് നല്ലൊരു പ്രാക്ടീസാണോ? പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലൊക്കെ ബാക്ക് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് എന്താണ് ബാക്ക് ലിങ്ക്, എങ്ങനെ നമുക്ക് നല്ല ബാക്ക് ലിങ്കുകൾ കണ്ടെത്താം, എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള ബാക്ക് ലിങ്ക് പ്രാക്ടീസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്ക് ലിങ്കുകൾ ചെയ്യുന്ന സമയത്ത് പല സ്കോറുകളെ പറ്റിയിട്ടും പറഞ്ഞു കേൾക്കാറുണ്ട്. ഡൊമൈൻ റേറ്റിംഗ്, ഡൊമൈൻ അതോറിറ്റി സ്കോർ, ഇങ്ങനെയൊക്കെയുള്ള പല റേറ്റിങ്ങുകളെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് ഇതിനകത്ത്? ഇതിനെയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ ഡി എ അല്ലെങ്കിൽ ഡി ആർ എന്നൊക്കെ പറയുന്ന ഈ സ്കോർ യഥാർത്ഥത്തിൽ? അതെ, ഈ ഡി എ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡൊമൈൻ റേറ്റിംഗ്, പിന്നെ അതോറിറ്റി സ്കോർ, ഇങ്ങനെ പല കമ്പനികളും ഇപ്പോൾ പല ആളുകളും പല രീതിയിലുള്ള പിന്നെ ഒരു മെട്രിക്കാണ് അതിന് പറയുന്നത്, അല്ലെങ്കിൽ പേരാണ് പറയുന്നത്. ഇപ്പം ഡി എ എന്ന് പറയുന്നത് എച്ച്ആർഎഫിൻ്റെ ആണ്. ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്നത് ഡി എ എന്ന് പറയുന്നത് മോസിൻ്റെ ആണ്. ഡി ആർ എന്ന് പറയുന്നത് ഡൊമൈൻ റേറ്റിംഗ് എന്ന് പറയുന്നത് എച്ച്ആർഎഫിൻ്റെ ആണ്. അതുപോലെ തന്നെ അതോറിറ്റി സ്കോർ എന്ന് പറയുന്നത് SEMrushൻ്റെ ആണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പിന്നെ ഈ സ്കോറുകൾ കൊടുക്കുന്ന തേർഡ് പാർട്ടി പ്രധാനമായിട്ടുള്ളത്. ഇവർ 3 പേരുമാണ്. അതിൽ ഡി എ, മോസിൻ്റെ ഡി എ ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എച്ച്ആർഎഫിൻ്റെ ഡി ആറും SEMrushൻ്റെ അതോറിറ്റി സ്കോറും നമ്മൾ നോക്കാറുണ്ട് പൊതുവെ. അപ്പോൾ ഇതിലൊക്കെ ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ നേരത്തെ പറഞ്ഞ പോലെ ഡൊമൈൻ റേറ്റിങ്ങോ അല്ലെങ്കിൽ ഡൊമൈൻ അതോറിറ്റി സ്കോറോ നോക്കിയിട്ടല്ല ഗൂഗിൾ റാങ്ക് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനകത്ത് തന്നെ ഉണ്ട്. അതായത് ഗൂഗിളിന് ഒരിക്കലും തേർഡ് പാർട്ടി മെട്രിക്കുകളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് ഇൻറ്റേർണലി ഒരു സംവിധാനമുണ്ട്. ഒരു വെബ്സൈറ്റിൻ്റെ അതോറിറ്റി എത്രയുണ്ട്, ഒരു വെബ്സൈറ്റിലേക്ക് എത്ര ബാക്ക് ലിങ്കുകൾ വരുന്നുണ്ട്, ഇതൊക്കെ നിശ്ചയിക്കാനുള്ള ഒരു ഇൻറ്റേർണൽ സംവിധാനം അവർക്കുണ്ട്. കാരണം ഇതൊക്കെ വലിയ സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ എന്ന് പറഞ്ഞൊരു വലിയ സംവിധാനമാണ്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റിനകത്തു നിന്ന് ഇത്തരം ഡാറ്റ എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ റാങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അങ്ങനെ നമുക്ക് ബ്ലൈൻഡായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്കതിനെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്കൊരു ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ SEO നിങ്ങൾക്ക് അറിയാലോ, പലപ്പോഴും ഈ പറഞ്ഞ പോലെ അതൊരു ഗസ് വർക്കായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ ഗൂഗിൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് ചില പാരാമീറ്റേഴ്സ് വേണം, ചില ഇൻഡിക്കേറ്റേഴ്സ് വേണം. നമുക്ക് നമ്മുടെ മുന്നിൽ സോളിഡ് ആയിട്ടുള്ള ചില എവിഡൻസ്, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കുറേ ഡാറ്റാസ് വേണം. അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ അതോറിറ്റി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൊമൈൻ അതോറിറ്റി, അതിലേക്ക് വരുന്ന ബാക്ക് ലിങ്ക്, അതിൻ്റെ കണ്ടൻറ്റ് അതോറിറ്റി നമുക്ക് ഒരു സ്കോർ വെച്ച് മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് സ്കോർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബാക്ക് ലിങ്ക് പ്രൊഫൈലിൻ്റെ ഈ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഡി എ എന്ന് പറയുന്നൊരു സംഭവം, ഡൊമൈൻ അതോറിറ്റി, ഡൊമൈൻ റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ വെബ്സൈറ്റിന് എത്രത്തോളം ബാക്ക് ലിങ്കുകൾ കിട്ടുന്നുണ്ട്, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമുക്ക് എത്രത്തോളം ബാക്ക് ലിങ്കുകൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അത് എത്ര വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരേ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ബാക്ക് ലിങ്കുകൾ കിട്ടിയതുകൊണ്ട് നമ്മുടെ ഒരു അതോറിറ്റി കൂടില്ല. പലതരം വെബ്സൈറ്റുകളിൽ നിന്ന്, അതായത് ലിങ്ക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും, പലതരം വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഈ ബാക്ക് ലിങ്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റായിട്ട് നമ്മളെ പരിഗണിക്കും, ഒരു അതോറിറ്റിയുള്ള വെബ്സൈറ്റായിട്ട് നമ്മളെ പരിഗണിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഈ പറഞ്ഞ പോലെ ഹൈ DA സ്കോർ എന്ന് പറഞ്ഞാൽ, നല്ല നല്ല വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് അത്യാവശ്യത്തിന് നല്ല ബാക്ക് ലിങ്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ഹൈ DA ഉള്ള ഒരു വെബ്സൈറ്റായിട്ട് കണക്കാക്കും. ഇതാണ് DA സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനെ മൈൻഡ് ചെയ്യാതെ വിടേണ്ട ആവശ്യമില്ല. കാരണം ഗൂഗിൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അതോറിറ്റി നിശ്ചയിക്കുന്നത് എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പോലെ മോസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എച്ച്ആർഎഫും ഒക്കെ ഈ സ്കോറുകളെ ഏകദേശമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കണക്കാക്കിയിട്ട് നമുക്കൊരു മാനുവലി കൂടെ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമ്പറ്റീറ്റർ സ്റ്റഡി നടത്തുന്ന സമയത്ത്, കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം മെട്രിക്സും ഒക്കെ നമുക്കൊന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. അതാണ് ഈ DA അല്ലെങ്കിൽ DR എന്നൊക്കെ പറയുന്നത്. ഇനി മിക്ക ആളുകളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഏറ്റവും നല്ല ബാക്ക് ലിങ്ക് ഏതാണ്? അങ്ങനെ ഒരു ബാക്ക് ലിങ്ക് ഉണ്ടോ യഥാർത്ഥത്തിൽ? അല്ലെങ്കിൽ SEOയിൽ ഒരു നല്ല ബാക്ക് ലിങ്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ടൈപ്പ് ഓഫ് ബാക്ക് ലിങ്ക്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതാണ്? അത് പല ആളുകളും ചോദിക്കുന്നതാണ്, ഏറ്റവും നല്ല ബാക്ക് ലിങ്ക് ഏതാണ് എന്നുള്ളത്. പല ആളുകളും എളുപ്പ വഴിയിലൊരു നല്ല ബാക്ക് ലിങ്ക് കിട്ടുമോ എന്നുള്ള രീതിയിലും കൂടെ ചോദിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, SEOയിൽ ഏറ്റവും നല്ല ബാക്ക് ലിങ്കുകൾ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ബാക്ക് ലിങ്കുകൾ എപ്പോഴും നമുക്കങ്ങനെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ഫാസ്റ്റ് ആയിട്ടോ എളുപ്പത്തിലോ കിട്ടുന്ന ഒന്നല്ല.
പൊതുവേ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ കിട്ടാത്തതുമല്ല കേട്ടോ. അത് നമ്മളുടെ ഒരു ആക്ടിവിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെയിലി ലിങ്കുകൾ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു നല്ല ഹൈ ക്വാളിറ്റി ബാക്ക് ലിങ്കുകൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വാല്യൂ ഉള്ള ബാക്ക് ലിങ്ക് എളുപ്പത്തിൽ കിട്ടില്ല. പക്ഷേ ഗൂഗിൾ തന്നെ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻസ് ഏറ്റവും വാല്യൂ കൊടുക്കുന്നത് എഡിറ്റോറിയലി പ്ലേസ്ഡ് ആയിട്ടുള്ള ബാക്ക് ലിങ്കുകൾക്കാണ് ഗൂഗിൾ എപ്പോഴും വാല്യൂ കൊടുക്കുന്നത്. എഡിറ്റോറിയലി പ്ലേസ്ഡ് ആയിട്ടുള്ള ബാക്ക് ലിങ്കുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കണ്ടൻറ്റ് ഒരാൾ എഴുതി പോകുന്ന സമയത്ത് നാച്ചുറലി ഒരു റെഫറൻസ് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ എഡിറ്റോറിയലി പ്ലേസ്ഡ് ബാക്ക് ലിങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പിന്നെ ഒരു നല്ല ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എഡിറ്റോറിയലി പ്ലേസ്ഡ് ബാക്ക് ലിങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ആർട്ടാണ് യഥാർത്ഥത്തിൽ. അത് ഈ ശരിക്കും പറഞ്ഞാൽ ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ഇതിൻ്റെ പുറകെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ പറയാറില്ല നമ്മൾ ഭ്രാന്തമായിട്ട് ഇതിൻ്റെ പുറകെ പോകേണ്ടി വരുന്നൊക്കെ. അങ്ങനെ നമ്മൾ ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം. പക്ഷേ എങ്കിലും കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് റൈറ്റേഴ്സ് എപ്പോഴാണ് നമുക്ക് ബാക്ക് ലിങ്കുകൾ തരിക? അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരാണ് പൊതുവേ നമുക്ക് ബാക്ക് ലിങ്കുകൾ തരുന്നവർ? നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല. നമ്മുടെ കസ്റ്റമേഴ്സ് ഒരിക്കലും നമുക്ക് ബാക്ക് ലിങ്കുകൾ തരാറില്ല. അവർ പലപ്പോഴും എന്താ ചെയ്യുന്നത്, നമുക്ക് പലപ്പോൾ റിവ്യൂ ഇടും അവർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റെഫറൻസ് അവർ റിവ്യൂ ചെയ്യുമ്പോൾ പലപ്പോൾ റെഫറൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യും. അത്രയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും വെബ്സൈറ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ B2B സെഗ്മെൻറ്റിലാണ് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റുകൾ ഉണ്ടാകുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് റെഫറൻസ് കിട്ടുന്ന ഒരു ബാക്ക് ലിങ്ക് ആയിട്ട് മാറാറുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ അല്ലാത്ത സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക് ലിങ്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മളുടെ കണ്ടൻറ്റ് പലപ്പോഴും നമ്മുടെ ഈ കണ്ടൻറ്റ് സ്ട്രാറ്റജിയിൽ നമ്മുടെ കണ്ടൻറ്റ് പലപ്പോഴും വെബ്സൈറ്റുകളുടെ കണ്ടൻറ്റ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? അത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കണ്ടൻറ്റ് സ്ട്രാറ്റജിയിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടത്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളായിരിക്കുമല്ലോ പൊതുവേ നമ്മളെ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ നമ്മളുടെ ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ നമ്മളെ ഈ പറഞ്ഞ പോലെ റെഫർ ചെയ്യില്ല. കാരണം അതൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എൻഡോഴ്സ് ചെയ്യുന്നതിന് തുല്യമാണ്. അത് അവരൊരിക്കലും ചെയ്യില്ല. ഒരു പേയ്മെൻ്റ് ഇല്ലാതെ അവരൊരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ സർവീസ് പേജിലേക്കോ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റ് പേജിലേക്കോ കാറ്റഗറി പേജിലേക്കോ ഒക്കെ ഒരു ബാക്ക് ലിങ്ക് കിട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾ ആദ്യം റിയാലിറ്റി മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് കിട്ടുക? നമുക്ക് നല്ല ഇൻഫോർമേറ്റീവ് ബ്ലോഗുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആർക്കും ഈ പറഞ്ഞ പോലെ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ നിരസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് അതിൻ്റെ ഒരു വാല്യൂവിനെ ഈ പറഞ്ഞ പോലെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോഗുകൾ നമുക്കുണ്ടെങ്കിൽ, അത്രയും ക്വാളിറ്റിയുള്ള ബ്ലോഗുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില പിന്നെ വാർത്തയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ റെഫറൻസ് വേണ്ടി വരും, സോഴ്സ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക വാല്യൂ ഉള്ള കണ്ടൻറ്റുകൾ, ഡാറ്റ റിച്ച് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നാച്ചുറലി ബാക്ക് ലിങ്കുകൾ ഏൺ ചെയ്ത് തരും. ഇവിടെ പല സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രൊപ്രൈറ്ററി ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടൻറ്റ് എഴുതാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിൽ തന്നെ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി നമ്മൾ ഉപയോഗിക്കുന്ന കുറേയധികം സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്ട്രാറ്റജീസൊക്കെ നമ്മൾ വെളിയിലോട്ട് ഇങ്ങനെ ഈ കേസ് സ്റ്റഡി പോലെയൊക്കെ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അത് തന്നെ ഒരു നല്ല പിന്നെ ഒരു റെഫറൻസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളും അതിനെ സോഴ്സ് ചെയ്യും, അത് പലപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കും. ആ കേസ് സ്റ്റഡി ഉപയോഗിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് അവർ നമുക്ക് കേട്ടസി പോലെ റെഫറൻസ് തരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻറ്റേർണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കുറേയധികം ഈ പറഞ്ഞ പോലെ പ്രൊപ്രൈറ്ററി ഡാറ്റകൾ കാണും. പ്രൊപ്രൈറ്ററി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേമിനകത്ത് നമ്മളുടേതായ സ്വന്തം ഡാറ്റകളെ പറയുന്നത്. അത് വാല്യബിൾ ആയിട്ടുള്ള കുറേ ഡാറ്റയുണ്ട്. അതാരും അധികം വെളിയിൽ വിടില്ല. അപ്പോൾ അത്തരം ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബാക്ക് ലിങ്കുകൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജേർണലിസ്റ്റുകളൊക്കെ എപ്പോഴും സെർച്ച് ചെയ്യുന്നത് ട്രെൻഡിങ് ടോപ്പിക്കുകളൊക്കെ സെർച്ച് ചെയ്യും. ഈ ട്രെൻഡിങ് ടോപ്പിക്കുകളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ വിസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ബാക്ക് ലിങ്കുകൾ അതിനകത്ത് നിന്ന് അവർ എന്തെങ്കിലും റെഫറൻസ് എടുക്കാനോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സോഴ്സായിട്ട് നമുക്ക് ക്രെഡിറ്റ് തരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് നാച്ചുറലി പ്ലേസ്ഡ് ആയിട്ടുള്ള എഡിറ്റോറിയൽ ബാക്ക് ലിങ്കുകൾ നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഒരുപാട് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു എപ്പിസോഡിലൊന്നും അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ ബാക്ക് ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കതിനകത്ത് പിന്നെ ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. പല ടൈപ്പ് ഓഫ് കണ്ടൻറ്റുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഈ കണ്ടൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും.
നിങ്ങളുടെ തന്നെ ഒരു റീൽ ഈ അടുത്ത് കണ്ടു, സോഷ്യൽ മീഡിയ വഴി നമുക്ക് ബാക്ക് ലിങ്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ബാക്ക് ലിങ്ക് കിട്ടുക? അതൊന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ വഴി ബാക്ക് ലിങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ പി ആറിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഡിജിറ്റൽ പി ആറിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കാം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഒരുപക്ഷെ ബാക്ക് ലിങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ മെൻഷൻസ് ആയിരിക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്ടുകൾ, ഇൻഡസ്ട്രി മീൻസ് നമ്മളുടെ കമ്പനിയിലുള്ള എക്സ്പേർട്ടുകൾ, ഈ കമ്പനിയിലുള്ള എക്സ്പേർട്ടുകളെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ലിവറേജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ അതോറിറ്റി കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നല്ല കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് പലപ്പോഴും ഒരു എന്താ പറയുക, എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് പബ്ലിഷ് ചെയ്യുന്നത്, അതോറിറ്റിയുള്ള കണ്ടൻറ്റുകളാണ്. അപ്പോൾ പല പല ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ മീഡിയ ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ മീഡിയയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതേണ്ട സമയത്ത് ഈ ജേർണലിസ്റ്റുകളൊക്കെ റിസോഴ്സുകൾ അന്വേഷിച്ച് പോകും. അപ്പോൾ റിസോഴ്സുകൾ അന്വേഷിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടിരിക്കുന്ന അതോറിറ്റി അവർ സമീപിക്കാനായിട്ട് നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തെങ്കിലും തരത്തിലുള്ള ഇൻപുട്സ് ഈ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വഴി നമുക്കൊരു ബാക്ക് ലിങ്ക്, ഒരു ക്രെഡിറ്റ് ആയിട്ട് നമുക്കൊരു ബാക്ക് ലിങ്ക് തരാനായിട്ട് അവർ ശ്രമിക്കും. ഈ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മീഡിയ ആ രീതിയിലേക്ക് കൃത്യമായിട്ട് നമുക്കൊരു ബാക്ക് ലിങ്ക് തരാറുണ്ടെങ്കിൽ പോലും മറ്റ് മീഡിയാസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മര്യാദകൾ കാണിക്കാറില്ല. പക്ഷെ പുറത്തങ്ങനെയല്ല. ഈ നമ്മുടെ ഒരു എന്താ പറയുക, ആർട്ടിക്കിളുകൾ, അതുപോലെ തന്നെ ഈ കോപ്പി റൈറ്റ് ആക്റ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ പോലെ മാനിക്കുന്ന ഒരു സമൂഹം ഈ പുറത്തുണ്ട്. അതായത് UK ഈ പറഞ്ഞ പോലെ US ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒരു വെബ്സൈറ്റിൽ ഒരു കണ്ടൻറ്റ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇമേജ് നമ്മൾ എടുത്താൽ പോലും അതിന് കേട്ടസി കൊടുക്കും, അത് ക്രെഡിറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താ അവർ ഏതെങ്കിലും തരത്തിൽ ലിങ്ക് ചെയ്തിട്ട് ഇത് ഇന്ന വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ എടുത്തതെന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ട് ഇൻഡസ്ട്രിക്ക് ഗുണമുള്ള കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്ക് ലിങ്ക് കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞു നാച്ചുറലി ബാക്ക് ലിങ്ക് കിട്ടുന്നതിനെ പറ്റി. ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവം വെച്ചാൽ നമ്മുടെ കമ്പനിയെയും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പേർട്സിനെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ലിവറേജ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് മീഡിയക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള കുറേ റിസോഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വഴി നമുക്ക് പിന്നെ നമ്മുടെ റിസോഴ്സിനെ അവർ ഉപയോഗിക്കുകയും അതുവഴി ബാക്ക് ലിങ്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനും പറ്റും. ഡിജിറ്റൽ പി ആറിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് നല്ല രീതിയിൽ ബാക്ക് ലിങ്കുകൾ ഏൺ ചെയ്യാനായിട്ട് പറ്റുമല്ലേ. ഇനി വേറെ എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നമുക്ക് ബാക്ക് ലിങ്ക് അക്വയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഒരു SEO സ്ട്രാറ്റജിക്കകത്ത്? വേറെ ഒരുപാട് സ്ട്രാറ്റജികൾ നമുക്ക് ഈ ബാക്ക് ലിങ്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ചെറിയ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവാർഡ്സൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആളുകൾ അവർക്കൊരു റെക്കഗ്നീഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. പല ആളുകൾക്കും ചെയ്യാൻ മടിയാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ നടത്താണ്. അപ്പോൾ നമ്മൾ ഒരു 10 ബെസ്റ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സർവേ നടത്തിയിട്ട് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഹോസ്പിറ്റലിനെ കണ്ടുപിടിച്ചത് എന്നൊക്കെ രീതിയിൽ വെറുതെ നമ്മൾ ലിസ്റ്റ് ചെയ്യല്ല, എല്ലാ വർഷവും നമ്മളിത് കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിലെ ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താ, 10 ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ദിസ് സിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ തന്നെ ആദ്യം വെക്കും. ഇതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വലിയ വാല്യൂ ഒന്നുമില്ല. നമ്മളെ പറ്റിയിട്ട് പിന്നെ ഏറ്റവും നല്ലത് നമ്മളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ക്രൈറ്റീരിയ വെക്കുകയാണ്. ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഒന്നാമതെത്തി, ഇന്ന് ഹോസ്പിറ്റൽ രണ്ടാമതെത്തി, അല്ലെങ്കിൽ ടോപ്പ് 10 വരുന്ന ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകൾ ഒരുപക്ഷെ നിരസിച്ചാൽ പോലും മറ്റാളുകൾ ഈ സാധാരണ ആളുകൾ അതിന് ഒരിക്കലും ഈ പറഞ്ഞ പോലെ വില കുറച്ച് കാണില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇത് റിവ്യൂ ചെയ്തിരിക്കുന്നത്, അതിനുള്ള പാരാമീറ്റേഴ്സ് എന്തായിരുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ 10 പ്ലേസസിൽ ആളുകളെ വെക്കുന്നത്. അതല്ലാതെ വെറുതെ നമ്മളൊരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ആരെ വേണമെങ്കിലും കേരളത്തിലെ ഒരു ടോപ്പ് 10 ഹോസ്പിറ്റലായിട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാ വർഷവും നമ്മളിങ്ങനെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കാം. ബെസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു അവാർഡ്സ് എന്നുള്ള രീതിയിൽ എല്ലാ വർഷവും നമ്മളിത് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വരുന്ന ആളുകൾ ഞങ്ങളിങ്ങനെ ഇതിനകത്ത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മെൻഷൻ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ വേറെ സാധ്യത എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നല്ല എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ നമുക്ക് ഉപയോഗിക്കാം. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിനകത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്, അവർക്ക് വെബ്സൈറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ നമ്മൾ കളക്ട് ചെയ്യുന്നു, നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ വെബ്സൈറ്റിനകത്ത് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ഈ ഒരു പീസ് ഓഫ് കണ്ടന്റ് അവർക്ക് തന്നെ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പേജ് അവർക്ക് അയച്ചു കൊടുക്കണം, ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ വെബ്സൈറ്റിൽ ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഒപ്പീനിയൻ അവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അവർ ചിലപ്പോൾ അവരുടെ മീഡിയ പേജിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഒരു ലിങ്ക് തരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പേജ് അവർക്ക് കൊടുത്തതിന് ശേഷം എനിക്കൊരു ബാക്ക് ലിങ്ക് തരുമോ ചോദിക്കാൻ പാടില്ല. അവരുടെ അടുത്ത് ജസ്റ്റ് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ഒരു മീഡിയയിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഇത് ജസ്റ്റ് ഷോക്കേസ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്യാം. അവർ ചിലപ്പോൾ ഷോക്കേസ് ചെയ്ത് വെക്കും. പിന്നെ ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഇഷ്ടമായതുകൊണ്ട് അവർ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് അതിൻ്റെ റിയൽ പിന്നെ കണ്ടൻറ്റ് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഒരു ലിങ്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഹാരോ, അതുപോലെ തന്നെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഹാരോയൊക്കെ പോലുള്ള പാസീവ് ലിങ്ക് ബിൽഡിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നതെങ്കിൽ പോലും അതൊരു ആക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഈ ജേർണലിസ്റ്റുകളെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടേഴ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത് നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്, ഹാരോ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഹെൽപ്പ് എ BTV റൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയിട്ട് നമ്മൾ സോഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ. മീൻസ് നമ്മുടെ കമ്പനിയിലുള്ള എക്സ്പേർട്ടിനെ നമുക്ക് സോഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജേർണലിസ്റ്റുകളൊക്കെ അതിനകത്ത് വന്നിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്, പല ഡൗട്ടുകൾ ചോദിക്കും. ഇതിന് നമ്മൾ ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു മെൻഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബാക്ക് ലിങ്ക് കിട്ടും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ബാക്ക് ലിങ്കുകൾ നാച്ചുറലി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ എന്നും ഒരു ലിസ്റ്റ് എടുത്തിട്ട് നമ്മളൊരു 100 ബാക്ക് ലിങ്ക്, ഈ പറഞ്ഞ 200 ബാക്ക് ലിങ്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് കൂടുമെന്നല്ലാതെ നമ്മുടെ അതോറിറ്റി കൂടുമോ അല്ലെങ്കിൽ നമ്മുടെ റാങ്കിങ് കൂടുമോ ഇല്ല. പിന്നെ അപ്പം നിങ്ങൾ പറയും ചിലപ്പോൾ, അതായത് എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പിന്നെ ഏജൻസിയിലും ഇങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. ഒരു ഏരിയയിൽ, ഒരു നാട്ടിൽ എല്ലാവരും ഈ കള്ളത്തരം തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് തന്നെ ചെയ്യുമ്പം അതിൽ കുറച്ച് മെച്ചമായിട്ട് ചെയ്യുന്നവൻ്റെ പിന്നെ അവനൊരു ക്രെഡിബിലിറ്റി കിട്ടും, അല്ലെങ്കിൽ അവൻ അംഗീകരിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഈ തരത്തിലുള്ള പ്രാക്ടീസ് തന്നെ ചെയ്യുമ്പോൾ അത് കുറച്ച് വൃത്തിയായിട്ട് മെനയായിട്ടൊക്കെ ചെയ്യുന്ന, അതിനകത്തൊരു അതോറിറ്റീവായിട്ട് ചെയ്യുന്ന ഒരുത്തന് റാങ്ക് ഈ പറഞ്ഞ പോലെ ചെയ്യപ്പെടും അവൻ്റെ വെബ്സൈറ്റ്. എന്നാൽ ഇത്തരത്തിലുള്ള നല്ല പിന്നെ കണ്ടൻറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബാക്ക് ലിങ്കുമായിട്ടൊരു വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീരാവുന്നതേ ഉള്ളൂ. അതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇപ്പോൾ ഇൻഡസ്ട്രിയിലെല്ലാം ഇതേ പ്രാക്ടീസ് നടക്കുന്നുകൊണ്ടാണ്, പക്ഷേ ഇപ്പോൾ മാറി തുടങ്ങി. ഇപ്പോൾ പല ആളുകളും ആ രീതിയിലേക്കുള്ള വെബ്സൈറ്റുകളും ഒക്കെ ആയിട്ട് വരുന്ന സമയത്തേക്ക് വെറും ബാക്ക് ലിങ്കുകൾ മാത്രം ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. ആ വെബ്സൈറ്റുകളൊക്കെ താഴോട്ട് പോകാൻ തുടങ്ങി. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഈ റൗണ്ട് ടേബിൾ ഡിസ്കഷൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പല സംഭവങ്ങളും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ തന്നെ റൗണ്ട് ടേബിൾ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഇൻഡസ്ട്രിയിലെ പല പ്രധാനപ്പെട്ട ന്യൂസുകൾ അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട ആളുകളും ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിളായിട്ട് ഇന്നയാൾ ഇന്നത് പറഞ്ഞു, പിന്നെ അതിനെക്കുറിച്ച് ഇന്നയാൾ ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു സമ്മറി ആയിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് അതിൻ്റെ ഇത് അയച്ചു കൊടുക്കുന്നു. ഒരുപക്ഷെ അവർ നമ്മുടെ വെബ്സൈറ്റിൽ ഫീച്ചർ ചെയ്യപ്പെട്ട ഒരു സന്തോഷത്തിൽ ഒരുപക്ഷെ ലിങ്ക് ചെയ്തേക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കിത് ഏത് രീതിയിൽ നിന്നല്ല, നമുക്ക് പല രീതിയിൽ മെത്തേഡിൽ നമുക്ക് കണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാക്ക് ലിങ്കുകൾ നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നാച്ചുറലി ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ജനറേറ്റ് ചെയ്യല്ല, നമുക്ക് നാച്ചുറലി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിലേറ്റവും മെയിനായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ടീമുണ്ട്, നമുക്ക് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പല ആളുകളും ഈ സ്ട്രാറ്റജീസ് ഒന്നും പുറത്ത് പറയാറില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട് പറ്റില്ല. നമ്മളും ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സത്യത്തിൽ നമുക്ക് പറയാമല്ലോ, നമ്മളും SEO ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലും കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കറൻസി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമുക്കൊരു കുറേ ട്രംപ് കാർഡ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വിട്ട് പറയാറില്ല. അപ്പോൾ ഒരുപാട് സ്ട്രാറ്റജീസ് ഇതിനകത്തുണ്ട്. ഓക്കെ, ഈ കണ്ടൻറ്റ് വഴി നമുക്ക് ബാക്ക് ലിങ്കുകളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? സാധാരണ പറയാറുണ്ട്, ഈ പറഞ്ഞ പോലെ കണ്ടൻറ് ലെഡ് അപ്രോച്ചിലൂടെ നമുക്ക് ബാക്ക് ലിങ്കുകളൊക്കെ കിട്ടുമെന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അതിൻ്റെ ഒരു പോസിബിലിറ്റി എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിച്ച് അതിനകത്തേക്ക് തന്നെയാണ് വീണ്ടും വരുന്നത്. കണ്ടൻറ്റ് വഴി എങ്ങനെ ബാക്ക് ലിങ്ക് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ്. കണ്ടൻറ്റുകൾ ഈ പറഞ്ഞ പോലെ അതായത് ഒന്ന് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് വളരെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ആ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ നമുക്കൊരു എക്സ്പെർട്ടൈസൻസ് ഉണ്ടാവും.
അപ്പോൾ ഒരു ടോപ്പിക്കൽ ലീഡറായിട്ട് നമ്മൾ വൺസ് മാറിക്കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ കണ്ടൻറ്റുകൾ ഈ പറഞ്ഞ പോലെ പബ്ലിഷ് ചെയ്തു, നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ നല്ല എന്താ പറയുക ഇൻഡസ്ട്രിക്ക് വേണ്ടതായിട്ടുള്ളതും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് വേണ്ടതായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിയിലെ എല്ലാ തരത്തിലുള്ള ക്വയറീസിനെയും ആൻസർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റായിട്ട് മാറും. ആ ഇൻഡസ്ട്രിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെയും ആ ഇൻഡസ്ട്രിയിലുള്ള പ്രോബ്ലംസിൻ്റെയും എല്ലാം ആൻസർ ചെയ്യുന്നൊരു ടോപ്പിക്കൽ അതോറിറ്റിയുള്ള ഒരു വെബ്സൈറ്റായിട്ട് മാറും. അത്തരം വെബ്സൈറ്റുകൾ ടോപ്പിക്കൽ ലീഡേഴ്സ് എന്നാണ് വിളിക്കുക. ഈ ടോപ്പിക്കൽ ലീഡേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് പല മീഡിയയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ബാക്ക് ലിങ്കുകൾ അല്ലെങ്കിൽ ഈ മെൻഷൻസ് കിട്ടാനുള്ള സാധ്യത നല്ല രീതിയിൽ കൂടുതലാണ്. അതാണ് കണ്ടൻറ്റ് വഴി നമുക്ക് ബാക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എന്താ പറയുക എളുപ്പമാർഗ്ഗം എന്നല്ല, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക കോൺട്രിബ്യൂട്ടേഴ്സിനെ ഉപയോഗിച്ചിട്ട് കണ്ടൻറ്റിനെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാം, സർവേകൾ നടത്തിയിട്ട് നമുക്ക് കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യാം, ഒറിജിനൽ റിസർച്ച് പേപ്പേഴ്സ് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പ്രൊപ്രൈറ്ററി ഡാറ്റയുടെ ഒരു കേസ് പറഞ്ഞു, അതും കണ്ടൻറ്റിൻ്റെ കേസ് തന്നെയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊപ്രൈറ്ററി ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻറ്റുകൾ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് അതുവഴി ബാക്ക് ലിങ്കുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ഒറിജിനലായിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക് ലിങ്കുകൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സർവേസ് കണ്ടക്ട് ചെയ്യാം, പലതരത്തിലുള്ള സർവേസ് കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ പിന്നെ പബ്ലിഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ആ രീതിയിലേക്ക് നമുക്ക് ബാക്ക് ലിങ്കുകൾ കിട്ടും. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കണ്ടൻറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പല ചാനലുകൾ വഴി, സോഷ്യൽ മീഡിയ വഴി, അതുപോലെ തന്നെ നമ്മൾ പല കമ്മ്യൂണിറ്റികൾ വഴി, ഫീച്ചർ സിൻഡിക്കേറ്റുകൾ എന്ന് പറയും, ഫീച്ചർ സിൻഡിക്കേറ്റുകൾ വഴി, ഇതൊക്കെ വഴി ഇപ്പോൾ കോറയും റെഡിറ്റും പോലുള്ള ഫോറങ്ങൾ വഴി, ഇത്തരത്തിലുള്ള ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകൾ വഴിയൊക്കെ നമ്മളുടെ കണ്ടൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആളുകളിലേക്ക് മാക്സിമം. എന്നാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ എടുക്കുന്ന എഫേർട്ടിനൊരു റീച്ച് കിട്ടൂ. എന്നാൽ മാത്രമേ നമുക്കിതൊരു ബാക്ക് ലിങ്ക് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പല ആളുകളും ഇത് കണ്ട് ഈ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യും, അതിനെ റീപർപ്പസ് ചെയ്യും, അല്ലെങ്കിൽ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ഒരു പിന്നെ കണ്ടൻറ്റ് ഐഡിയ അവർ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് തരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേട്ടസി അല്ലെങ്കിൽ മെൻഷൻസ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്ക് ലിങ്ക് ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ബാക്ക് ലിങ്കുകൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് നല്ലൊരു പ്രാക്ടീസാണോ? അങ്ങനെ വാങ്ങാറുണ്ട് പലരും, അതൊരു നല്ല പ്രാക്ടീസാണോ? ഓക്കെ, ഈ ബാക്ക് ലിങ്ക് വാങ്ങുന്നത് നല്ലതാണോ എന്നൊക്കെ ഈ പറയുന്ന സമയത്ത് നമുക്കതിനെ രണ്ട് രീതിയിൽ വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്. ഗൂഗിൾ പറയുന്നുണ്ട് അത് ഒരിക്കലും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. ഗൂഗിൾ ഒരു ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്കതിനെ മാനിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ബാക്ക് ലിങ്കുകൾ വാങ്ങുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതേസമയം തന്നെ നല്ല ബാക്ക് ലിങ്കുകൾ കൊടുക്കുന്ന വെബ്സൈറ്റുകൾ, ഈ ബാക്ക് ലിങ്കുകൾ ഒരു കൂട്ടം ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അവരുടെ മണി പേജുകളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് പേജ്, കാറ്റഗറി പേജ്, സർവീസ് പേജ്, ഇതിൻ്റെ വാല്യൂ ഉയർത്തുകയും അതുവഴി അവർക്ക് വേണ്ട രീതിയിലുള്ള ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന അറിയാത്തവരൊന്നുമല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരം ബാക്ക് ലിങ്കുകൾക്ക് അവർ പേയ്മെൻറ്റ് ചാർജ് ചെയ്യും. അവരതിന് പറയുന്ന പേര് എഡിറ്റോറിയൽ ഫീ എന്നാണ് പലപ്പോഴും, എഡിറ്റോറിയൽ ഫീ. അപ്പോൾ പെയ്ഡ് ലിങ്കുകളെന്ന് പറയുന്നില്ല, നമ്മളൊരു ഫാൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു എഡിറ്റോറിയൽ ഫീ തരാം എന്ന് പറയുന്നു, ഓഫർ ചെയ്യുന്നു, അപ്പോൾ വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഗൂഗിൾ പറയുന്ന അതേ രീതിയിൽ SEO ചെയ്തിട്ട് കാലങ്ങളോളം എടുത്തിട്ട് നമ്മൾ ഒരു പ്രായമായി എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു കാലം തീരാറാകുമ്പോൾ നമ്മുടെ ബിസിനസ് റാങ്ക് ചെയ്ത് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാം ഗൂഗിൾ പറയുന്ന പോലെ ചെയ്യാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ വാങ്ങുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയററ്റിക്കലി നല്ലതല്ല എന്നും പ്രാക്ടിക്കലി പലപ്പോഴും നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാതെ നമുക്ക് നല്ല ലിങ്കുകൾ കിട്ടില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. ഇനി ഇതിനകത്ത് വേറെ കാര്യം, ഗൂഗിളിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഗൂഗിൾ പലപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, ആപ്പിളിനായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് പല ഡിവൈസുകളിലും ഡിഫോൾട്ട് ബ്രൗസർ ആകാൻ വേണ്ടിയിട്ട് അവരുടെ ക്രോമിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഡിഫോൾട്ട് ബ്രൗസറായിട്ട് വെക്കാൻ വേണ്ടി അവർ കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ അവരുടെ ബിസിനസ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് തന്നെയാണ് വലുത്, അല്ലാതെ ഗൂഗിളിൻ്റെ എത്തിക്സ് അല്ല നമുക്ക് വലുത്. പക്ഷേ ഇതിനെ വലിയ രീതിയിലേക്ക് ഈ റാങ്കിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ബൾക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വാങ്ങുക എന്നല്ല. നമുക്ക് വേണ്ട റെലവൻ്റ് ആയിട്ടുള്ള ബാക്ക് ലിങ്കുകൾ നമുക്ക് ചിലപ്പോൾ അതിനൊരു ഫീ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇതാണ് പ്രാക്ടിക്കലായിട്ടൊരു SEO പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലാതെ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ SEO ആക്ടിവിറ്റി മുന്നോട്ട് പോകില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതങ്ങനത്തെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബാക്ക് ലിങ്ക് പിന്നെ വാങ്ങുന്നത് ബൾക്കായിട്ട്, നേരത്തെ പറഞ്ഞത് ബൾക്കായിട്ട് വാങ്ങുക എന്ന് വെച്ചാൽ, അതായത് ഒരു 10,000 ബാക്ക് ലിങ്ക്, 1,00,000 ബാക്ക് ലിങ്ക് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ
അതുകൊണ്ട് ഈ പറയുന്ന പോലെ യാതൊരു ഗുണവുമില്ല, അതൊരു അബ്നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വാങ്ങാനായിട്ട് പോകരുത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്നും നോക്കാതെ 10,000 ബാക്ക് ലിങ്ക്, അല്ലെങ്കിൽ ഇപ്പോൾ 5000 ബാക്ക് ലിങ്ക്, 1,00,000 ബാക്ക് ലിങ്ക്, 2,00,000 ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാനായിട്ട് പോകരുതിരിക്കലും. അത് ലിങ്ക് വെലോസിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. നമ്മുടെ വെബ്സൈറ്റിന് ലിങ്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് കുറേ ബാക്ക് ലിങ്കുകൾ നമ്മളിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ അവിടെ അത്രയും ട്രാഫിക് ജനറേറ്റ് ചെയ്യപ്പെടണം, എന്നാൽ മാത്രമാണ് ആ രീതിയിലേക്ക് ഒരു ബാക്ക് ലിങ്കുകൾ വരിക. അതല്ലാതെ ബാക്ക് ലിങ്കുകൾ മാത്രം വരുമ്പോൾ അതൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് ഗൂഗിൾ കണക്കാക്കും. അതുമാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന അത്തരം ലിങ്കുകളെ ഗൂഗിൾ ഡീഇൻഡെക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീവാല്യൂ ചെയ്യുകയോ ചെയ്യും. അത് ഗൂഗിൾ മൈൻഡ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് അത്തരം ബാക്ക് ലിങ്കുകൾ വാങ്ങുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവുമില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. ഓക്കെ. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസാണ് ഈ ലിങ്കുകൾ എക്സ്ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വേറൊരാളുടെ വെബ്സൈറ്റിലേക്കും അയാളുടെ വെബ്സൈറ്റിൽ നിന്ന് എൻ്റെ വെബ്സൈറ്റിലേക്ക് ലിങ്കുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇത് ഒരു നല്ല പ്രാക്ടീസാണോ SEOയിൽ? പല ആളുകൾ ഇത് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ലിങ്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് ബാക്ക് ലിങ്കുകൾ കിട്ടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ലിങ്ക് സ്ഥിരമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നല്ലതല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഒരു സർവേ നടത്തി. ആ സർവേയിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു കമ്പനിയായിട്ട് തിരഞ്ഞെടുത്തത് ഇന്നൊരു കമ്പനിയാണ്. അതിനെ നമ്മൾ മെൻഷൻ ചെയ്തു. ഈ കമ്പനി എന്ത് ചെയ്തു? നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പനിയെ ഇവിടെ ഈ തരത്തിലൊരു അവാർഡിന് സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മളിലേക്ക് ഒരു ലിങ്ക് തരുന്നു. ഇതൊരിക്കലും ഒരു ലിങ്ക് എക്സ്ചേഞ്ചിനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റിനെ അവർ മെൻഷൻ ചെയ്യുകയാണ് ചെയ്തത്. ഈ ലിങ്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം പലപ്പോഴും ഈ തിയററ്റിക്കലി രണ്ടും ഒന്നാണെങ്കിൽ പോലും ഈ ഗൂഗിൾ ഇത്തരത്തിലുള്ള ചില ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ. സ്ഥിരമായി നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്കും ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഈ വെബ്സൈറ്റിലേക്കും ഒക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലിങ്ക് എക്സ്ചേഞ്ച് ആയിട്ട് ഗൂഗിൾ കണക്കാക്കും. അത് ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു പിൻലൈസ് ചെയ്യുന്ന പരിപാടി ഇല്ല ഇപ്പോൾ. അത് ഈ പറഞ്ഞാൽ അത്തരത്തിലുള്ള ലിങ്കുകളെ പിന്നെ മൈൻഡ് ചെയ്യാതാവും. അതാണ് ലിങ്ക് എക്സ്ചേഞ്ച് കൊണ്ട് ഗുണം കിട്ടാതെ പോകുന്നത്. അങ്ങനെ ലിങ്ക് എക്സ്ചേഞ്ച് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാം. ചില ആളുകൾ ABC ലിങ്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വേറൊരു വെബ്സൈറ്റിലേക്ക് ഞാൻ ലിങ്ക് കൊടുക്കുന്നു, ആ വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നു, തിരിച്ച് എൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്നു, ഇങ്ങനെ കറങ്ങി വരും തിരിച്ചിട്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് ABC എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലിങ്ക് എക്സ്ചേഞ്ച് പരിപാടിയുണ്ട്. ഇത് ഏത് തന്നെയായാലും ഒരു പാറ്റേൺ എപ്പോഴും ഒരേ രീതിയിൽ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. നമുക്ക് ലിങ്ക് വരുന്ന ഒരു പാറ്റേൺ എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, അയാൾ എപ്പോഴും അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് മതിയാടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു അബ്നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. അത് അത്ര സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് നമ്മുടെ വീട്ടിലേക്ക് വരാനൊരു വഴിയുണ്ട്, അപ്പോൾ ആ വഴി വരണം. അപ്പോൾ എപ്പോഴും വരുന്നത് മറ്റൊരു വീട്ടിൽ പോയി അവിടുന്ന് ചാടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊന്നെങ്കിൽ കള്ളനായിരിക്കാം. കള്ളന്മാരാണ് അങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഇൻ്റർനെറ്റിലും ഉണ്ടെങ്കിൽ അത് ഗൂഗിളിന് മനസ്സിലാവുകയും അത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ല യഥാർത്ഥത്തിൽ. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ടയർ SEO, ഈ പറഞ്ഞ പോലെ ടയർ ബാക്ക് ലിങ്ക് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, ഈ പറഞ്ഞ പോലെ തേർഡ് ടയർ എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് ഒരു സ്ഥലത്ത് നിന്ന് ലിങ്കുകൾ കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ലിങ്കുകൾ തരുന്ന വെബ്സൈറ്റിന് അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ നമുക്ക് ലിങ്ക് കിട്ടുന്ന വെബ്സൈറ്റിനകത്തേക്ക് വേറെ സ്ഥലത്തുനിന്ന് ബാക്ക് ലിങ്കുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് അതോറിറ്റി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്ക് ലിങ്ക് കിട്ടുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അതോറിറ്റി കൂടും. എന്നാൽ സ്പാമി ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വേറെ ലെയറിലുള്ള വെബ്സൈറ്റിലായിരിക്കും. ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് വളഞ്ഞ വഴിയിലൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഏജൻസികളിലൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്നും നമ്മൾ ഒരിക്കലും പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിനെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനൊരു ടോപ്പിക് ലീഡറായിട്ട് മാറ്റുക, ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തേടി ബാക്ക് ലിങ്കുകൾ വരാൻ തുടങ്ങും. അതങ്ങനത്തെ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. ഡിജിറ്റൽ PR നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ്. ഡിജിറ്റൽ PR വഴി നമ്മുടെ കോഴ്സിൽ പിന്നെ ഒരു പ്രത്യേക സിലബസായിട്ട് നമ്മൾ ഡിജിറ്റൽ PR പഠിപ്പിക്കുന്നുണ്ട്. കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഡിജിറ്റൽ PR പഠിപ്പിക്കാറില്ല. നമ്മൾ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുക വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ബാക്ക് ലിങ്കുകൾ ഏൺ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഡിജിറ്റൽ PR എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സിലബസിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് യഥാർത്ഥത്തിൽ ബാക്ക് ലിങ്കുകൾ കിട്ടാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഈ ലിങ്ക് എക്സ്ചേഞ്ചുകളുടെ പുറകെ പോകാതെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ബാക്ക് ലിങ്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഡു ഫോളോ ലിങ്ക് മാത്രം ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ നോ ഫോളോ ലിങ്ക് ചെയ്യില്ല. ഈ നോ ഫോളോ ലിങ്ക് അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു സംഭവമാണ്. അത് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. ഈ നോ ഫോളോ ലിങ്ക് വളരെ മോശമാണ് എന്നുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക്
ഈ നോ ഫോളോ എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് അതോറിറ്റി പാസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. പലപ്പോഴും ഈ അതോറിറ്റി പാസ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ഈ SEO എന്ന് പറയുമ്പം നമുക്ക് അതോറിറ്റി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് റഫറൽ ട്രാഫിക് കിട്ടുക, നമുക്ക് റെഫറൻസ് കിട്ടുക. ഇപ്പോൾ ഇത് നോ ഫോളോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുന്നു ഇവിടുത്തെ ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാണുന്നത് നല്ല റെസ്റ്റോറൻ്റാണ്, പക്ഷേ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നില്ല, ഞാനത് പിന്നെന്താ പറയുക, നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് വേണം കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എന്താ പറയുക അതിനെ റെഫർ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു അയാൾ പോകുന്നതിൻ്റെ ഒരു ഇത് ഓൺ ചെയ്യുന്നില്ല ഞാനത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. അതുപോലെയാണ് നോ ഫോളോ ലിങ്ക് എന്ന് പറഞ്ഞാൽ, ഇന്ന സ്ഥലത്തേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ഞാനതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിനോട് നമ്മൾ പറയുന്ന ഒരു രീതിയാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സെർച്ച് എഞ്ചിൻ അത് പാസ് ചെയ്ത് പോകും. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് ഈ വെബ്സൈറ്റിലേക്ക് അതോറിറ്റി കിട്ടിയിട്ടില്ല എന്നാണ് അതിന് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ എന്നാൽ പോലും ആളുകൾ ഇവിടുന്ന് ഈ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ആളുകൾ നമുക്ക് നോ ഫോളോ ലിങ്ക് തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ SEOയ്ക്ക് അത് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ വിക്കിപീഡിയ എന്നൊക്കെ കണ്ടാണ്, വിക്കിപീഡിയ എന്നൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നോ ഫോളോ ലിങ്ക് കിട്ടിയാൽ തന്നെ അത് വലിയ യൂസ്ഫുൾ ആണ്. അപ്പോൾ പല ആളുകളും ഈ പറഞ്ഞ പോലെ റീൽസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ SEO ചെയ്യാൻ പാടില്ലാത്ത ആക്ടിവിറ്റീസ്, നോ ഫോളോ ലിങ്കുകൾ ചെയ്യരുത് എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നോ ഫോളോ ലിങ്കിന് യഥാർത്ഥത്തിൽ അതിൻ്റേതായ ഒരു ഉപയോഗം ഇതിനകത്തുണ്ട്. നമുക്ക് SEOയിൽ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ അതിനെ കണക്കാക്കാനായിട്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ SEO പ്രാക്ടീസിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നോ ഫോളോ ലിങ്ക് എന്ന് പറയുന്നത്. അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോ ഫോളോ ലിങ്കിന് അതിൻ്റേതായ ഒരു പ്രാധാന്യം യഥാർത്ഥത്തിലുണ്ട്. ഇനി ചില ആളുകൾ ഡു ഫോളോ, അതും 50+ ആയിട്ടുള്ള ഡു ഫോളോ ലിങ്കുകൾ മാത്രം ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അത് ശരിക്കുള്ള ഒരു നല്ല പ്രാക്ടീസാണോ? അതെ, ഈ ഡു ഫോളോ ലിങ്ക് എന്ന് പറയുന്ന സമയത്ത് ഈ പല ആളുകളുടെ ഒരു സംശയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ് നോ ഫോളോ പിന്നെ മോശമാണോ എന്ന് പറഞ്ഞതുപോലെ ചില ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചില വിശ്വാസമാണ് ഡു ഫോളോ മാത്രം ചെയ്തു പോവാം എന്നുള്ളത്. ഇവിടെ നമ്മൾ വെറുതെ നമ്മൾ നോക്കുക, ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഗുണങ്ങളുണ്ട്, മോശം ഗുണങ്ങളുണ്ട്. നമ്മൾ ആ രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. ഈ ലിങ്കുകൾ മോശം നല്ലത് എന്നല്ല ഞാൻ പറയുന്നത്. അതായത് എല്ലാം ഈ ലോകത്തിലെല്ലാം ഈ പറഞ്ഞ പോലെ മിക്സഡ് ആണ്. അതാണ് നോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അബ്നോർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ സത്യം മാത്രം പറയുന്ന ഒരാൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അബ്നോർമൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അയാൾക്ക് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞത് അത് എക്സ്ട്രാ ഓർഡിനറി ആണ്. സംഭവിച്ചുകൂടായിക്കൊന്നുമില്ല കേട്ടോ, സംഭവിക്കാം. പക്ഷേ നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലുള്ളൊരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വെബിലെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും എല്ലാം ഉള്ള സമയത്ത് എല്ലാ വെബ്സൈറ്റുകളും ഈ പറഞ്ഞ പോലെ നമുക്ക് ഡു ഫോളോ ലിങ്ക് തരില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ലിങ്കുകൾ തന്നെ ഈ രീതിയിലേക്ക് നോ ഫോളോ എന്നും ഡു ഫോളോ എന്നും ഈ രീതിയിൽ ഈ പറഞ്ഞ പോലെ നമ്മളിതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റി വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ചില വെബ്സൈറ്റുകൾക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ റെഫറൽ ട്രാഫിക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതോറിറ്റി പാസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് ആ വെബ്സൈറ്റ് മോശമാകുന്നത് കൊണ്ടല്ല അത് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് മീഡിയയെന്നോ ന്യൂസിൽ നിന്നൊക്കെ ചില സമയത്ത് കിട്ടുന്ന ഇത് നോ ഫോളോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. അപ്പോൾ എന്നാൽ പോലും ആ ലിങ്കിന് വലിയ വാല്യൂ ഉണ്ട്. പിന്നെ ഈ നാച്ചുറൽ ഈ ലിങ്ക് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. ലിങ്ക് ഡൈവേഴ്സിറ്റി, അതായത് നോ ഫോളോ ബാക്ക് ലിങ്കുകളും അതോടൊപ്പം തന്നെ ഡു ഫോളോ ബാക്ക് ലിങ്കുകളും ഒരേപോലെ വരിക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് ഒരു വളരെ നോർമലായിട്ട് വരിക, ഒരേപോലെ എന്നല്ല, ഒരു നോർമലായിട്ട് വരിക. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡു ഫോളോ മാത്രം, ഡു ഫോളോ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അബ്നോർമലാണെന്ന് പറഞ്ഞു. ഇവിടെ ഡു ഫോളോ കുറവും നോ ഫോളോ കൂടുതലുമാണെന്നുണ്ടെങ്കിൽ വേറെ സിഗ്നൽ വരും. അതായത് നമ്മുടെ വെബ്സൈറ്റിനെ പലരും ട്രസ്റ്റ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ഡു ഫോളോ ലിങ്കുകളെ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഡു ഫോളോ ലിങ്കുകളും ഒരു കുറഞ്ഞ രീതിയിൽ ഒരു 60-40 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 70-30 അങ്ങനെ റേഷ്യോ ഒന്നുമില്ല കേട്ടോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ആ രീതിയിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു മിക്സഡ് സ്വഭാവം അതിനുണ്ടാവും, ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാവും. അപ്പോൾ അത് ഒരു നോർമൽ ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ലിങ്കുകൾ ഈ പറഞ്ഞ പോലെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ആ ഒരു മിക്സഡ് ലിങ്കുകളാണ് നമുക്ക് എപ്പോഴും, ഒരു മിക്സഡ് ബാക്ക് ലിങ്ക് പ്രൊഫൈലാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അല്ലാതെ എല്ലാം ഡു ഫോളോ ആകുന്ന സമയത്ത് അത് സസ്പീഷ്യസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോ ഫോളോ ലിങ്കും ഡു ഫോളോ ലിങ്കും ഒരുപോലെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഒരു നോർമൽ രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു SEO പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്ക് ലിങ്കിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലേക്ക് ബാക്ക് ലിങ്കുകൾ ചെയ്യുക എന്നുള്ളൊരു പരിപാടി പല ആളുകളും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം നല്ലൊരു പ്രാക്ടീസാണ്? ഇതുകൊണ്ട് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന് റാങ്കിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള ബൂസ്റ്റ് കിട്ടാറുണ്ടോ? അതെ അതെ, പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലൊക്കെ ബാക്ക് ലിങ്ക് ചെയ്യുന്നത്. കാരണം ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ റാങ്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു പാരാമീറ്റേഴ്സും വെച്ചിട്ടല്ല. അതായത് അത് മെയിനായിട്ട് റാങ്ക് ചെയ്യുന്നത് വെച്ചാൽ റെലവൻസ്, പ്രോക്സിമിറ്റി, പ്രോമിനൻസ്, ഈ 3 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യുന്ന ആൾ നിൽക്കുന്ന സ്ഥലം, അവിടുന്ന് ഈ സെർച്ച് ചെയ്യപ്പെടുന്ന സ്ഥലത്തിലേക്കുള്ള ദൂരം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ബിസിനസ്സിലേക്കുള്ള ദൂരം, അതാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ റാങ്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാരാമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോമിനൻസ്, ആ ഏരിയയിൽ എത്രത്തോളം പ്രോമിനൻ്റ് ആണ് ആ ബിസിനസ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെലവൻസ് എന്ന് പറയുന്നത്, ഒരു സെർച്ചിന് എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിങ് ഫാക്ടർ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ. അപ്പോൾ ഇതിൻ്റെ അതോറിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് ലിങ്ക് ഇതിനകത്തോട്ട് ചെയ്തുകൊണ്ട് ഗൂഗിൾ അത് പരിഗണിക്കാൻ പോകുന്നില്ല ഒരിക്കലും. പക്ഷേ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പല തരത്തിലുള്ള സർവീസുകളുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഈ സർവീസുകൾക്കെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ലാൻഡിങ് പേജുകളുണ്ട്. ഈ ലാൻഡിങ് പേജിൽ നമുക്കിപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് ഓഫ് സർവീസിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈപ്പ് ഓഫ് ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ പേജിന് നമ്മൾ ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഗൂഗിളിനറിയാം നമ്മൾ ഈ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സർവീസ് കൊടുക്കുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ് ഇത് ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ഗൂഗിളിന് അറിയാം, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് അറിയാം. നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ സർവീസുകൾ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കമ്പനിയിലൂടെ ആണെന്ന് ഗൂഗിളിന് അറിയാം. അപ്പോൾ ഇതിന് കിട്ടുന്ന ബാക്ക് ലിങ്കുകളെല്ലാം ആ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന് ഹെൽപ്പ് ചെയ്യും, അതിനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ബാക്ക് ലിങ്കുകൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലേക്ക് ഡയറക്റ്റ് ബാക്ക് ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരാനായിട്ട് എത്ര ബാക്ക് ലിങ്കുകൾ വേണ്ടി വരും? നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇതും പല ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അതായത് എത്ര ബാക്ക് ലിങ്ക് വേണം നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിങ്ങൾ തന്നെ വെബ്സൈറ്റുകളുടെ റാങ്ക് ചെയ്ത് നിൽക്കുന്ന വെബ്സൈറ്റുകൾ, രണ്ടാമത് നിൽക്കുന്ന വെബ്സൈറ്റ്, ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന വെബ്സൈറ്റും സെക്കൻഡ് റാങ്കിൽ നിൽക്കുന്ന വെബ്സൈറ്റിൻ്റെയും ബാക്ക് ലിങ്ക് പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ തീരാവുന്നതേ ഉള്ളൂ ഈ സംശയം. നമ്പർ ഓഫ് ബാക്ക് ലിങ്ക്സ് കൂടുതലുള്ള വെബ്സൈറ്റ് ചിലപ്പോൾ താഴെ കിടക്കുന്നുണ്ടാവും, നമ്പർ ഓഫ് ബാക്ക് ലിങ്ക്സ് കുറച്ചുള്ള വെബ്സൈറ്റുകൾ ചിലപ്പോൾ ടോപ്പിൽ റാങ്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ബാക്ക് ലിങ്ക്സ് അല്ല, നമ്പർ ഓഫ് ക്വാളിറ്റി ബാക്ക് ലിങ്ക്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ക്വാളിറ്റിയുള്ള ബാക്ക് ലിങ്കിൻ്റെ എണ്ണം, അവിടെയും വേറെ പ്രശ്നമുണ്ട്. ബാക്ക് ലിങ്കുകൾ ക്വാളിറ്റി ഉള്ളത് കൂടുതലായി ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരില്ല. അവിടെ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ആ രീതിയിലേക്ക്, ആ സെർച്ച് ക്വയറിക്ക് വേണ്ടിയിട്ട് അത്രയും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിന്, അത് മാത്രമല്ല ടോപ്പിക്കൽ അതോറിറ്റിയും കൂടി ഉണ്ടെന്ന് വിചാരിക്കും ആ വെബ്സൈറ്റിന്. ആ ടോപ്പിക്കൽ അതോറിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിന് വളരെ കുറച്ച് ബാക്ക് ലിങ്ക് മതി നമുക്ക് ഈ പറഞ്ഞ പോലെ റാങ്ക് ചെയ്ത് വരാനായിട്ട്, ഒരുപാട് ബാക്ക് ലിങ്ക് വേണ്ട. അപ്പോൾ അതാണ് ഈ ടോപ്പിക്കൽ അതോറിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് നമ്മളുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് എന്താണ് എന്ന് ഗൂഗിളിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടോപ്പിക്കുകൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയും വളരെ കുറഞ്ഞ ചിലവിൽ ഗൂഗിളിന് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടൻറ്റുകളെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് ഒരു ഇൻഫർമേഷൻ ഗെയിൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ ഇൻഫർമേഷൻ ഗെയിൻ ഉണ്ടെങ്കിൽ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ആ വെബ്സൈറ്റ് ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അത് നോക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ നീഷിലുള്ള ഒരു വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണിത്. ആ ഏരിയയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ പ്രോബ്ലത്തിനെയും ഇവർ കവർ ചെയ്യുന്നുണ്ട്, അതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഇത് ആൻസർ ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനകത്ത് ഇവർക്ക് എക്സ്പെർട്ടൈസൻസ് ഉണ്ട് എന്ന് ഗൂഗിളിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിനെ ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയാം. ആ ടോപ്പിക്കൽ അതോറിറ്റി, ഇതിനൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നീട് സംസാരിക്കാം കേട്ടോ. ഈ ടോപ്പിക്കൽ അതോറിറ്റിയെക്കുറിച്ച് നമുക്ക് പിന്നീട് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ബാക്ക് ലിങ്ക് മതി. കാരണം ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അതിൻ്റെ റെലവൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ ഫ്യൂവർ ബാക്ക് ലിങ്ക്സ് കൊണ്ട് നമുക്ക് റാങ്ക് ചെയ്ത് വരാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൂടുതൽ ബാക്ക് ലിങ്ക് ഉള്ളത് നല്ല റാങ്ക് ചെയ്യണമെന്ന് യാതൊരു ഇതുമില്ല. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരുപാട് ബാക്ക് ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അതിനകത്തുള്ള ഈ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഏത് ആങ്കർ ടെക്സ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇങ്ങനെ കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഇതുകൂടെ നോക്കിയിട്ടേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ബാക്ക് ലിങ്ക്സ് മാത്രം വെച്ചിട്ട് ഒരിക്കലും നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, പല സ്റ്റുഡൻറ്റുകളും ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ബാക്ക് ലിങ്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഈ മീഡിയം, കോറ, റെഡിറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ബാക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറയും. ഇത്തരത്തിലുള്ള ബാക്ക് ലിങ്കുകൾ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ SEO ആക്ടിവിറ്റിക്ക് ഒരു ഗുണം കിട്ടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് നല്ല ഒരു പ്രാക്ടീസ് ആണോ?
അല്ലെങ്കിൽ അതൊരു നല്ല ബാക്ക്ലിങ്ക് പ്രാക്ടീസായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ യഥാർത്ഥത്തിൽ? ഈ മീഡിയം ക്വാറ ബാക്ക്ലിങ്കുകൾ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല ആളുകളും ഇത് നല്ലതാണോ എന്ന് ചോദിക്കാറ് പോലുമില്ല. ഇത് ഡെയിലി ചെയ്ത് പോവാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ മീഡിയത്തിലായാലും കോറയിലും റെഡിറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ സ്പാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ബാൻ ചെയ്യപ്പെട്ടേക്കാം. കാരണം ഇപ്പോൾ എല്ലാവരും കോറയിലും റെഡിറ്റിലുമാണ്. കാരണം പിന്നെ ChatGPT-യുടെയൊക്കെ ട്രെയിനിങ് പിന്നെ എന്താ പറയുക ഡാറ്റ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകൾ, ഇൻഡസ്ട്രി വെബ്സൈറ്റുകളും ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകളൊക്കെയാണ്. അതിൽ മെയിനായിട്ട് റെഡിറ്റും ഈ കുറേയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് കണ്ടൻറ്റ് ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യാനായിട്ട് ആളുകളുടെ ക്യൂ ആണ്. പല പേരുകളിൽ പല രീതിയിൽ കണ്ടൻറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഡെയിലി ആളുകളുടെ ഈ പറഞ്ഞ പോലെ അവർ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അവർ അക്കൗണ്ടുകൾ ബാൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ. ഇനി ഇതിനകത്തുണ്ട് ബാക്ക് ലിങ്കുകൾ. ഇവിടെ എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അതാണ് നോക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞു യൂസർ ജനറേറ്റഡ് ബാക്ക് ലിങ്കിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതായത് നമ്മൾ ഒരു അക്കൗണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെയാണ് കണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഗൂഗിളിന് അറിയാം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സിന് തന്നെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ, ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും ഇവിടുന്ന് ഒരു യൂസർ ജനറേറ്റഡ് കണ്ടൻറ്റിനകത്തുനിന്ന് ഒരു ബാക്ക് ലിങ്ക് വരുമ്പോൾ അതിന് ആ രീതിയിലുള്ള വാല്യൂ മാത്രമേ ഗൂഗിൾ കൊടുക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇവിടെയൊക്കെ നമുക്ക് മെൻഷൻസ് ഉണ്ടാകുന്നത് നമ്മളുടെ കണ്ടൻറ്റിനെ വലിയ രീതി, നമ്മുടെ വെബ്സൈറ്റിന് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അതോറിറ്റി എന്നുള്ള രീതിയിലല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു മെൻഷൻസ് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ നീഷുമായിട്ട് ബന്ധപ്പെട്ട, ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ടോക്കുകൾ നടക്കുന്ന സ്ഥലത്തിൽ നമ്മുടെ ബ്രാൻഡ് നെയിം മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഈ റെഡിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ക്വാറയൊക്കെ ഈ പല ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെയും ട്രെയിനിങ് ഡാറ്റയിൽ ഉൾപ്പെട്ടതുകൊണ്ട് നമ്മളുടെ ബ്രാൻഡ് എന്താണ് എന്ന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ രീതിയിലുള്ളൊരു ഗുണമുണ്ട്. പിന്നെ നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സോഴ്സാണ് റെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. റെഡിറ്റിൽ ഇപ്പോൾ ആഡുകളൊക്കെ വരാറുണ്ട്, ആഡൊക്കെ ഉണ്ട്. അപ്പോൾ റെഡിറ്റ് ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിൻട്രസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാഫിക്കുകൾ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ടംബ്ലർ, ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ അതൊരു ബാക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ആണെങ്കിൽ അതൊരു ഫീച്ചർ സിൻഡിക്കേറ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ടൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ രീതിയിലേക്കൊക്കെ നമുക്ക് ഇത്തരം വെബ്സൈറ്റുകളെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബാക്ക് ലിങ്കുകളെ കുറിച്ചിട്ട് നമുക്ക് ജനറലായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ടോക്കുകളിലൂടെ മാത്രം പറഞ്ഞാൽ തീരില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ബാക്ക് ലിങ്ക് പിന്നെ ബിൽഡിങ് മെത്തേഡുകൾ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക ലിങ്ക് പിന്നെ അക്വയർ ചെയ്യുന്ന സ്ട്രാറ്റജീസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഓർഗാനിക് ഗ്രോത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിജിറ്റൽ PR, അഡ്വാൻസ്ഡ് ബാക്ക് ലിങ്ക് ബിൽഡിങ്, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് മോഡ്യൂൾസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. SEOയിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും, പഠിക്കുന്നവർക്ക് ആയാലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു SEO ഇക്കോസിസ്റ്റം കൂടിയാണ്. അതായത് അതിനകത്ത് പഠിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ തന്നെ കോഴ്സിലെ പിന്നെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അതിനകത്ത് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, അത് മാത്രമല്ല ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഒരു SEO ഇക്കോസിസ്റ്റം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു SEO ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.